മലപ്പുറത്ത് നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ ഞങ്ങള് മലപ്പുറത്ത് നിന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ 2 ദിവസം മുന്നേ വരും. എന്നിട്ട് ഇന്നലെ രാത്രി എത്തി അവിടെ നിന്ന് വരും. അതിനുശേഷം ഞങ്ങൾ പിറ്റേ ദിവസം ഇതുപോലെ അമ്മയെ തൊഴുത് സന്തോഷമായിട്ട് ജോലിയായാലും എന്ത് പരിപാടിയാണെങ്കിലും സ്ത്രീകളുടെ കണ്ണെപ്പോഴും മാലയിലും കമ്മലിലും ഒരുക്കത്തിലും ഒക്കെ ആയിരിക്കും. ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നോക്കുമ്പോൾ അണിഞ്ഞൊരുങ്ങി അടിപൊളിയായിട്ട് 4 പെണ്ണുങ്ങൾ അവർ സെൽഫി എടുക്കുന്നതാണ് ഞാൻ കണ്ടത്. പക്ഷേ എൻ്റെ കണ്ണിൽ പെട്ടത് അവരുടെ മുഖത്തേക്കാൾ ഉപരി അവരുടെ ഈ വസ്ത്രങ്ങളും ഈ ആഭരണങ്ങളും ഒക്കെയാണ്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുങ്ങാനുള്ള ഒരു സമയം. അതെ അതെ തീർച്ചയായിട്ടും. അതെ, ഞങ്ങൾ ലാസ്യധ്വനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ക്ലാസിക്കൽ തിരുവാതിര കളി ടീമുണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ അടുത്ത് ഒരു 4-5 വർഷം ഇവിടെ ക്ലാസിക്കൽ തിരുവാതിര കളി കളിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ആശ ചേച്ചി പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ റിലേറ്റീവ് ഉണ്ട്. ആശേച്ചിയുടെ വീട്ടിലാണ്. ആശേച്ചിയാണ് ഞങ്ങൾക്ക് ആറ്റുകാൽ അമ്മ. എല്ലാ വർഷവും തലത്തലേ ദിവസം മലപ്പുറത്ത് നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ 2 ദിവസം മുന്നേ വരും. എന്നിട്ട് ഇന്നലെ രാത്രി എത്തി അവിടെ നിന്ന് വരും. അതിനുശേഷം ഞങ്ങൾ പിറ്റേ ദിവസം ഇതുപോലെ അമ്മയെ തൊഴുത് സന്തോഷമായിട്ട് അതെ 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 മലപ്പുറം അല്ല, ഞങ്ങൾ എല്ലാവരും ടീച്ചേഴ്സാണ്. ആറ്റുകാൽ പൊങ്കാല ഇപ്പൊ നമുക്ക് ഒരു വർഷം തുടങ്ങുമ്പോൾ 2026 തുടങ്ങുമ്പോഴേ നമുക്കറിയാം മാർച്ചിന്റെ ദിവസം. അതെ 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 എന്നൊക്കെ മുൻകൂട്ടി ഒരുങ്ങും. ഞങ്ങൾ മുൻകൂട്ടി അമ്മയ്ക്ക് ഒരു വർഷം തീർച്ചയായിട്ടും ഞങ്ങൾ എടുക്കാം. അതിന് വേണ്ടിയിട്ട് പുതിയ സെറ്റ് മുണ്ട് ആദ്യമേ റെഡിയാക്കി വെക്കും. ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും. എന്നിട്ട് അതിന് പറ്റിയ ഓർണമെന്റ്സ്, ജ്വല്ലറി എല്ലാം, പൂവടക്കം. ഇന്നിപ്പോൾ പൂ വാങ്ങിക്കാണ്ടാണ് അകത്ത് കയറി. ഇനി വൈകുന്നേരം പൂവ് ചൂടിയിട്ട് അമ്മയുടെ അടുത്ത് കൂടെ വരും. അപ്പോൾ അമ്മയുടെ അടുത്ത് പെൺമ ആഘോഷിക്കുക എന്നുള്ളതാണ് അമ്മയുടെ. നമ്മുടെ ഉള്ളിലാണല്ലോ അമ്മ ഇരിക്കുന്നത്. ഓരോ സ്ത്രീയിലും അമ്മ ഇരിക്കുന്നുണ്ട്. ആ അമ്മയും ഞാനും വ്യത്യസ്തവനല്ല എന്ന് തോന്നുന്നിടത്താണല്ലോ ഭഗവതിയെ നമുക്ക് അത്രയും നമ്മുടെ ഉള്ളിലേക്ക് കിട്ടും. നമ്മുടെ അമ്മയാണ്. അപ്പം അമ്മയുടെ അടുത്തേക്ക് അതിമനോഹരിയായി സുന്ദരിയായി വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോളിസി. ആരാണ് കൂടുതൽ സജഷൻസ് പറയാ? എടാ തന്റെ മാല പോരാ, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി നന്നാവണം, തന്റെ പൊട്ട് താനൊന്ന് പോരാ എന്നൊക്കെ പറയുന്നത് പറയാൻ നീനെയാണ് മിക്കവാറും ഓരോന്ന് പ്ലാൻ ചെയ്യും നമ്മള്. അപ്പൊ ഇന്ന് നമുക്ക് ഇങ്ങനെ ആവാം, ഈ രീതിയിലാവാം. അതെ. അപ്പൊ പിന്നെ അത് തന്നെ ഒരാൾ തീരുമാനിച്ച പിന്നെ ഡിഫറൻസ് ഒന്നുമില്ല. ഇല്ല 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 എല്ലാരും ഉണ്ട്. ഞങ്ങളുടെ ഡ്രസ്സ് മിക്കവാറും ഇദ്ദേഹമാണ് സെലക്ട് ചെയ്യാറുള്ളത്. കോസ്റ്റ്യൂം മിക്കവാറും ഞങ്ങളുടെ ദേവിശ്രീയാണ് എടുക്കാറുള്ളത്. കോസ്റ്റ്യൂംസ് രാജേച്ചിയുടെ ഗിഫ്റ്റ് ആണ്. കളി എഴുതുന്നത് ഞാനാണ്. സ്റ്റെപ്പ് ചുവടുകൾ കൊറിയോഗ്രാഫർ രാജേച്ചിയാണ്. അപ്പൊ അതുകൊണ്ട് രാജേച്ചി ഇങ്ങനെ ഇടയ്ക്ക് തരുന്ന ഗിഫ്റ്റുകൾ ഇതെല്ലാം ഇട്ടിട്ടാണ് പൊങ്കാലയ്ക്ക് വരാം. ശബരിമലയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. അമ്മ സ്ത്രീകളുടെ മുന്നിലാണ് ഏറ്റവും കൂടുതൽ കഴിയുന്നത്. ആ അമ്മയ്ക്ക് മുന്നിൽ അണിഞ്ഞൊരുങ്ങി അമ്മയേക്കാൾ സുന്ദരിയാകണമെന്നുള്ള ആഗ്രഹത്തോടെ വരുന്നവരാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അമ്മയുടെ മക്കൾ അതിസുന്ദരികളായിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. അമ്മ കാണിച്ചതുപോലെ ധൈര്യമായിട്ട് ഇറങ്ങുക. പുറത്ത് കാണുന്ന സമൂഹത്തിൽ കാണുന്ന എന്ത് അനീതിക്കെതിരെയും പ്രതികരിക്കുന്നവരാവുക. അപ്പൊ അവനവനെ സ്വയം സംരക്ഷിക്കുന്ന അമ്മ അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത്. ആ സ്വയം സംരക്ഷണ വലയം തീർത്ത് അവനവനെ ശക്തമാക്കുക. ഒരു കൊല്ലത്തേക്കുള്ള അമ്മയുടെ എനർജി കൊണ്ടാണ് നമ്മൾ പോവാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ നിങ്ങൾക്ക് 4 പേർക്കും? എന്തുകൊണ്ട് നമ്മളാ തിരുവാതിരയുടെ നമ്മളെ ഉണ്ട് ആറ്റുകാലമ്മയെ കുറിച്ച് കിള്ളി 1 2 3 സ്റ്റാർട്ട്. കിള്ളിയാറ്റിൻ തീരത്തു പൊങ്കാലകൾ നേദിച്ചേറ്റം മോദമോടെ ശാന്തരൂപിണി. കിള്ളിയാറ്റിൻ തീരത്തു പൊങ്കാലകൾ നേദിച്ചേറ്റം ശാന്തമോടെ വാണിടുന്ന ലോകസുന്ദരി. വളരെ സന്തോഷം. അപ്പൊ നാളെയും അതിസുന്ദരിമാരായി മനോഹരമായി പൊങ്കാലയിടുക. കണ്ടതിൽ വലിയ സന്തോഷം. ഈ മാലയിലാണ് എന്റെ കണ്ണ്. കുറച്ച് ഹിന്ദിക്കാര് അമ്പലത്തിനുള്ള ഹിന്ദിയിൽ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് കണ്ട ഉടനെ പറഞ്ഞു, മാഡം ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ എന്ന്. ഇതെല്ലാരും നാമം ജപിക്കണം. അതിനിടെ കൂടെ ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ആറ്റുകാൽ അമ്മയുടെ സന്നിധിയിൽ എല്ലാവരും ഒരുങ്ങാനാണ് മത്സരിക്കുന്നത്, സുന്ദരിമാരാകാനാണ് മത്സരിക്കുന്നത്. സുന്ദരിമാരുടെ പൊങ്കാലയാണിത്.